ഫ്രണ്ട്സ്, എല്ലാവർക്കും ആനസ് കുട്ടി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 2ൻ്റെ വീഡിയോയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഡേ 1ൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ബന്നാർഘട്ട പാർക്കിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ ഞാൻ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ വാപ്പി അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയി. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങളവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തുകാരിങ്ങനെ കൊണ്ടുപോയി നിറയെ ആൾക്കാരുണ്ടെന്ന് പങ്കെടുത്തെടുക്കാന്ന് കേട്ടോ. അതുകൊണ്ട് ഓരോരോ ആൾക്കാരിങ്ങനെ കൊണ്ടുപോയി നമ്മളെ സീറ്റ് ഉണ്ട്. ആ സീറ്റിൽ ഇരുന്ന് കുറേ നേരം വരെ നമ്മളവിടെ ഇരുന്നു. അപ്പോൾ നമ്മളെ ബസ് വന്നു. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ. ഇവിടെ ബസ്സിൽ ഗ്ലാസ്സൊക്കെ ഇട്ട് നമ്മൾ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ സിംബോ ആരെങ്കിലുമൊക്കെ നമ്മളെല്ലാം വന്നാൽ പിന്നെ കുഴപ്പമൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള മൃഗങ്ങളെയൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സ്ഥലം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫോറസ്റ്റിലൊക്കെ പോകുന്ന ഒരുപാട് തന്നെ മാനും അങ്ങനെ കരടിയും സിംഹവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാനും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു കരടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ബസ്സിൻ്റെ അടുത്തൂടെ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഓരോരോ ആനിമൽസിനെ കണ്ടിട്ട് ബസ് ഇവിടെ നിർത്തിയിടും. അപ്പോൾ നമുക്ക് നോക്കിയൊക്കെ അത് കഴിയുമ്പോൾ ബസ് അവിടെ നിന്ന് എടുക്കും. ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫോറസ്റ്റിൽ ഇതെല്ലാം കാണുന്നത്. ഇവിടെ ഓരോ ആന ഉണ്ടായിരുന്നു കേട്ടോ. ആന എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ആനയുടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ആന ഫോറസ്റ്റിനെ നന്നായിട്ടാണ് അവിടെ ആന നമ്മളെ ഓലയും പുല്ലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പുല്ലൊക്കെ കഴിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിയാന ഉണ്ടായിരുന്നു. കുട്ടിയാന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് കുട്ടിയാനയാണ്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. അല്ലിക്കുട്ടീനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോയപ്പം ഇവിടെ അങ്ങനെ കടുവയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ 2 സിംഹം കണ്ടു. പെൺസിംഹവും ആൺസിംഹവും. അത് കരടിയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഒരു വലയിട്ടു. ആ വലയിൽ കൂടെ പോകുന്നത് കടുവയാണ്. ഇവിടെ നമ്മളെയും കുറേ ദൂരത്തിനാണ് ഒരു വലയിട്ടിട്ടുണ്ട് കടുവ പോകുന്നത്. അത് നമ്മൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിർത്തിയിട്ടിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
എല്ലാം കണ്ടു. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ പോയത് ബട്ടർഫ്ലൈ പാർക്കിലാണ്. നമ്മളില്ല വണ്ടി പോയപ്പം കണ്ട സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ബട്ടർഫ്ലൈ പാർക്ക്. നമ്മളിവിടെ കയറിയില്ലായിരുന്നു. കയറാൻ കുറേ സ്ഥലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി. നമ്മളിവിടെ ബട്ടർഫ്ലൈ പാർക്കിലാണ് കേട്ടോ കയറിയത്. നല്ല ബട്ടർഫ്ലൈയെ കുറിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ മരത്തിൻ്റെയൊക്കെ മുകളിൽ ഓരോരോ വങ്കികളൊക്കെ തൂങ്ങിക്കിടക്കുവാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പോവാണ്. അതുപോലെ അകത്തൂടെ നല്ല ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. അപ്പം ഓരോരോർക്ക് ആൾക്കാരെ ഇച്ചിരി ആൾക്കാരൊക്കെ കയറ്റി വിടത്തുള്ളൂ. പെട്ടെന്ന് കാണിക്കും. കാരണം വെച്ചാൽ ഇവിടെ ബട്ടർഫ്ലൈസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അവർ വെള്ളിലോട്ട് പറന്ന സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ അങ്ങനെ ഇടുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മളെ മുകളിലൊക്കെ ഗ്ലാസ് മുകളെല്ലാം കൊണ്ട് ഫിറ്റ് വെച്ചിരിക്കുകയാണ്. ഒരു നല്ല ചെടികൾ, നല്ല ബട്ടർഫ്ലൈസും നല്ല പൂമ്പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ബാംഗ്ലൂർ വരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് വരണേ. പിന്നെ നമ്മൾ ഇവിടെ ബട്ടർഫ്ലൈസിനെ കുറിച്ച് ഓരോ ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൊച്ചു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ മീനുകളൊക്കെ ഓടുന്നു കേട്ടോ. മീനുകളൊക്കെ ഓടും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ന് നമ്മളിവിടെ നല്ല പെയിൻറ്റ് വെച്ചിരിക്കുന്നത്. എനിക്ക് ഈ ബട്ടർഫ്ലൈ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ബട്ടർഫ്ലൈ ആണ്. ഈ ബട്ടർഫ്ലൈ എനിക്ക് ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ. അതിൻ്റെ കളർ ഓറഞ്ചും ബ്ലാക്കും ഉള്ള ഒരു കളറാണ് കേട്ടോ. ആ കളറും പിന്നെ ഇവിടെയൊക്കെ അതുകൊണ്ട് നല്ല പൗണ്ട്സൊക്കെയാണ്. പൗണ്ട്സ് വാട്ടറൊക്കെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മളെ മീൻ കൊണ്ടുവരുന്ന അതിനെയൊക്കെ നോക്കി നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ലിക്കുട്ടനൊക്കെ ഭയങ്കര ഹാപ്പി. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ബട്ടർഫ്ലൈസിനൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ ഓരോരോ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. വാട്ടർമെലനും മുസമ്പി അതുപോലത്തെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലു പറഞ്ഞ് എനിക്ക് വാട്ടർമെലൻ വേണമെന്ന്. അപ്പോൾ അതുകൊണ്ട് വാട്ടർമെലൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ലു പറഞ്ഞു വാട്ടർമെലൻ വേണം. നല്ല കൊച്ചു നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ബട്ടർഫ്ലൈയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബട്ടർഫ്ലൈയെ കുറിച്ചുള്ള നല്ല രസമുള്ള കാര്യങ്ങൾ ബോർഡിൽ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെയാണ് അതുപോലെയൊക്കെയാണ് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരോ സ്ഥലത്തും പോയതൊക്കെ വായിച്ചൊക്കെ നോക്കിയിട്ടോ നല്ല രസമുണ്ട്. ഇത് കുറേ വലിയൊരു സ്ഥലമാണ് കേട്ടോ. അത് കുറേ ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈ എങ്ങനെയാണ് വീഴുന്നതും ചെടികളും വേറെ ഇൻസെക്ട്സും ലേഡി ബഗ് പോലത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല ഓടി കളിക്കുവാണ്.
പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ കയറിയില്ല. അവിടെ ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് വെയിലായതുകൊണ്ട് കയറില്ല. പിന്നെ നമ്മൾ സൂവിലോട്ട് പോയി. സൂവിൽ ഇവിടെയൊക്കെ ഇവിടെ കൊള്ള പോലെ തന്നെ ഇവിടെ സീബ്രയും പുലിയും കടുവ ആന അതുപോലെ തന്നെ കടുവ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ സൂയിലോട്ട് പോയപ്പോൾ കണ്ടാണ് സീബ്ര. പിന്നെ നമ്മുടെ ജിറാഫിനെയൊക്കെ തന്നെ നമ്മൾ ഇങ്ങനെ എത്തി നോക്കുന്നവരുണ്ട്. പിന്നെ അത് ജിറാഫാണ് കേട്ടോ. ജിറാഫിനെ നോക്കി നല്ല രണ്ട് ജിറാഫ് ഉണ്ട് കേട്ടോ. 2 ജിറാഫാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ടും കുറേ ആനിമൽസ് ഉണ്ട്. ജിറാഫിനൊക്കെ ഉള്ളത് 2 ജിറാഫ് നല്ല രസമുണ്ട്. നമ്മൾ അടുത്തോട്ട് വെച്ചാണ് ജിറാഫൊക്കെ ഉള്ളത്. നമ്മൾ ഇവിടെ കെട്ടിയിട്ട് പിന്നെ എങ്ങോട്ടൊക്കെ പോകേണ്ടുള്ളതിന് മാപ്പൊക്കെ ഉണ്ട്. മാപ്പിലൂടെയൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ നോക്കാം. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് നല്ല റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ അതുകൊണ്ട് ഇവിടെ നല്ല ബേർഡ്സൊക്കെ ഉണ്ട് പോലെ. പിന്നെ അതിൻ്റെ മുകളിൽ മങ്കി ഉണ്ടായിരുന്നു. ഒന്നും മങ്കി പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല എന്തോ ഒരു മാംഗോയോ ഓറഞ്ചോ കഴിക്കുകയാണ് കേട്ടോ. നല്ലപോലെ കാണാൻ പറ്റിയില്ല. ഇത് കൂട്ടിട്ടുകൊണ്ട് കൈയിട്ടത് കടിക്കും. പിന്നെ കൈയിടാനൊന്നും പറ്റില്ല. ഇതിന് ഒരെണ്ണം മാത്രമല്ല, അതിന് താഴോട്ട് 2 ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. ഉള്ള ആനിമൽസ് ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ വേറെ നല്ല വെറൈറ്റി ആനിമലുണ്ട്. ഈ ആനിമൽ കൊള്ളാൻ നല്ല വിചിത്രമായിട്ടുള്ള ആനിമലായിട്ട് ഇപ്പോൾ തോന്നി. പിന്നെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ടൈഗറാണ് കേട്ടോ ഉള്ളത്. ടൈഗർ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കുറിച്ചുള്ളതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിസംബറിലാണ് കേട്ടോ ഇവിടെ വന്നത്. രസം ഉണ്ടായിരുന്നു. എന്താണ്ട് ഇവിടെ മരത്തിൽ കുറച്ച് മങ്കികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആനിമൽസിനെ കുറിച്ച് നമ്മൾ ഫിഷൊക്കെ കാണാൻ പോയതുപോലെ ഒക്കെ എഴുതി വെച്ചത്. ഇതാണ്ട് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള നല്ല രസമുള്ള ആനിമൽസും പീക്കോക്കും ഇതുപോലെ ഓസ്ട്രിച്ചും ഇതുപോലത്തെ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടൊക്കെ ആനിമൽസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള ബേർഡ്സും അതുപോലെ തന്നെ നല്ല ആനിമൽസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കുറുക്കനാണ് കേട്ടോ. കുറുക്കനുണ്ടായിരുന്നു. അങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനം ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ കിടക്കുന്നത്. നോക്കി കണ്ടോ, ഇതിവിടെ കിടക്കുകയാണ്.
നമ്മൾ അകത്തേക്ക് കയറി അകത്തൊക്കെ ഭയങ്കര തിരക്കും ഭയങ്കര ആൾക്കാരൊക്കെ അവിടെ ഒരുപാട് പേരും റോട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നും കുറേ പേരൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ വെളിയിൽ നല്ല സംഗീതവും മ്യൂസിക്കൊക്കെ നടക്കുമായിരുന്നു. നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പാട്ട് മാത്രം ഇട്ട് ആരും പാടിയില്ല. നമ്മൾ മ്യൂസിക് ഉണ്ടല്ലോ, മ്യൂസിക് മാത്രം ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ ഒന്നും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പം നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മസാല ദോശയും പിന്നെ ബട്ടർ ദോശയും അതുപോലെ തന്നെ ഇപ്പോൾ ഓർഡർ ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഇവിടുത്തെ ടാറ്റാ ബൈ.